ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ വരുന്ന ആഴ്ചയിലെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനുമുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അങ്ങനെ വരുന്ന ആഴ്ചയിലെ സുധീഷിൻ്റെ ജീവിതത്തിലെ വലിയൊരു അപകട ദിവസം അല്ലെങ്കിൽ അപകടം നിറഞ്ഞ ഒരു എപ്പിസോഡുകൾ തന്നെയാണ്. അങ്ങനെ സുധീഷ് ചതിക്കപ്പെടുന്ന ഒരാഴ്ചയാണ് നമുക്ക് വരുന്ന ആഴ്ചയെന്ന് പറയുന്നത്. അങ്ങനെ സുധീഷിനെ ചതിക്കുവാൻ വേണ്ടി രാജീവും അരുണും അതുപോലെ നിധിയുടെ അമ്മയുമൊക്കെ വലിയൊരു നാടകം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നാടകം നടത്തുന്നു. ആ നാടകത്തിൽ നല്ല അഭിനേതാക്കളായിട്ടാണ് നിധിയുടെ അമ്മയും അതുപോലെ നിധിയുടെ അച്ഛനും ചേട്ടനുമൊക്കെ പെർഫോമൻസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അഭിനയിച്ച് തകർക്കുകയാണ്. കാരണം സുധീഷിനെ എങ്ങനെയെങ്കിലും കള്ളനാക്കിയതിന് ശേഷം നിധി സുധീഷിനെ കള്ളനായതുകൊണ്ട് തന്നെ വേണ്ടെന്ന് വെക്കുകയും അങ്ങനെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് അവർ ആഗ്രഹിച്ചിരിക്കുന്നത്. അതിൻ്റെ എല്ലാ അല്ലെങ്കിൽ അതിനുവേണ്ടി രാജീവും അരുണും നിധിയുടെ അമ്മയുമൊക്കെ പ്രയത്നിച്ച അല്ലെങ്കിൽ നടത്തിയ ആ ചതിയിൽ ഒരു 90% വിജയിക്കുകയാണ് ആദ്യ ഭാഗത്ത്. അങ്ങനെ സുധീഷ് ആ വാഹനത്തിൽ പോകുമ്പോൾ സുധീഷിൻ്റെ കയ്യിൽ നിന്ന് രാജീവിൻ്റെ ആളുകൾ തന്നെ, അല്ലെങ്കിൽ നിധിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും ചേട്ടൻ്റെയും ആളുകൾ തന്നെ പണം തട്ടിയെടുത്ത് സുധീഷിനെ വലിയൊരു കൊള്ളസംഘത്തിൽ കൊണ്ടാക്കുന്നു. അവിടുന്ന് ഒരുപാട് മർദ്ദനമേൽക്കുന്ന സുധീഷിനെ രക്ഷിക്കുവാൻ ആരുമില്ല. ഈ സമയത്ത് സുധീഷ് ഭാഗ്യവശാൽ ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് ഒരു ഫോൺ നിലത്ത് വീണ് ആ ഫോണിൽ നിന്ന് സുധീഷിനെ ഹരീഷിനെ വിവരമറിയിക്കുകയും, എന്നാൽ താനിപ്പോൾ എവിടെയാണെന്നുള്ളത് കറക്റ്റ് വ്യക്തമായ വിവരമൊന്നുമില്ല, അല്ലെങ്കിൽ എവിടെയാണെന്നൊന്നും ഏകദേശ രൂപം മാത്രം എനിക്കറിയത്തുള്ളൂ എന്ന് സുധീഷ് പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും കിട്ടിയ ക്ലൂ വെച്ച്, അല്ലെങ്കിൽ കിട്ടിയ സൂചന വെച്ച് സുഭാഷും ഹരീഷും നികേഷും കൂടെ വെച്ചടിക്കുകയാട്ടോ. അങ്ങനെ സുധീഷിനെ രക്ഷിക്കുവാൻ വേണ്ടി സുധീഷ് ചേട്ടൻ എന്തോ അപകടം സംഭവിച്ചു എന്ന് അവർ മനസ്സിലാക്കിയാണ്. സത്യത്തിൽ സുധീഷും ഹരീഷും നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ പരസ്പരം അടിയും ബഹളവും തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ സുധീഷിന് ഒരു അപകടം സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ അത് താങ്ങുവാൻ കഴിയാതെ നിൽക്കുന്ന ഹരീഷിനെ നമുക്ക് കാണാട്ടോ. കാരണം അവരുടെ സ്നേഹമുണ്ട്, പക്ഷെങ്കിൽ അവരുടെ സ്നേഹം എങ്ങനെയാണ് പ്രകടമാക്കേണ്ടത് എന്ന് അവർക്ക് അറിയത്തില്ലാത്തത് കൊണ്ടാണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നത്. അങ്ങനെ ഈ സമയത്ത് സുധീഷിനെ അന്വേഷിച്ച് ഹരീഷും സുഭാഷും നികേഷും കൂടെ എത്തുന്നു. ഈ സമയത്ത് പെട്ടെന്ന് ഈ സുധീഷിൻ്റെ കയ്യിൽ നിന്നുള്ള സുധീഷ് ഈ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് ഫോൺ അബദ്ധത്തിൽ നേരത്തെ വീണ ആ ഫോണിൽ നിന്ന് താൻ ആരോ അറിയിച്ചു എന്ന് മനസ്സിലാക്കിയ ഗുണ്ടകൾ നേരെ രാജീവിനെയും അരുണിനെയും വിളിക്കുകയാണ്. അങ്ങനെ സാറേ, ഇതുപോലെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, ഞങ്ങളുടെ കയ്യിൽ നിന്ന് എങ്ങനെയോ ഒരു ഫോൺ ലഭിച്ചു, ആ ഫോണിൽ നിന്ന് ആരെയോ വിളിച്ചറിയിച്ചിട്ടുണ്ട്, ഇതുപോലെ അവൻ അപകടം ഉണ്ടായിട്ട് അല്ലെങ്കിൽ അവനെ ആരോ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. ഈ സമയത്ത് രാജീവൻ പറയണം, എത്രയും വേഗം നീ. ഈ സമയത്ത് രാജീവിൻ്റെ മറുപടി എന്ന് പറയുന്നത് വളരെ ദേഷ്യത്തോടു കൂടിയാണ്, നീ എവിടെയായിരുന്ന എന്നെ ശ്രദ്ധിച്ചാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്, ആകെ പ്രശ്നമാകില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഗുണ്ടകൾ പറയുകയാണ്, സാറേ എന്താണ് ചെയ്യേണ്ടത്, സാറ് പറയുന്ന പോലെ ചെയ്യാം, അവനെ തീർത്തേക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് വേണ്ട, അതിന് സമയമായിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, എത്രയും വേഗം നിങ്ങൾ അവനെ അവിടുന്ന് മാറ്റുക, വേറെ എങ്ങോട്ടേലും മാറ്റാൻ പറയാം, അല്ലെങ്കിൽ ഞാനൊരു സ്ഥലം പറഞ്ഞുതരാം, ആ സ്ഥലത്തേക്ക് നിങ്ങൾ അവനെ എത്രയും വേഗം മാറ്റി രാത്രിയിൽ തന്നെ മാറ്റിക്കോളാൻ പറയുക. അങ്ങനെ സുധീഷിനെ ആ കൊള്ളസംഘം ആദ്യം കൊണ്ട് പാർപ്പിച്ചിരിക്കുന്ന ആ ഗോഡൌണിൽ നിന്ന്, അല്ലെങ്കിൽ ആൾപ്പാർപ്പില്ലാത്ത ആ വീട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ സമയത്ത് മറുഭാഗത്ത് അഭിനയിച്ച് തകർക്കുന്ന നമ്മുടെ നിധിയുടെ അമ്മയും അച്ഛനെയും അരുണിനെയൊക്കെ കാണാട്ടോ. അങ്ങനെ സുധീഷ് കള്ളനാണെന്നും സുധീഷ് അവൻ പോയ വഴി എങ്ങോട്ടാണെന്നൊക്കെ ഏകദേശം മനസ്സിലായെന്ന് നമ്മുടെ അരുൺ തൻ്റെ അച്ഛനായ രാജീവിനോട് പറയാം, അച്ഛാ ഇത് അബദ്ധം പറ്റിയതല്ല, കാരണം അവൻ്റെ വാഹനം ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ്റെ വാഹനത്തിൽ പണം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവൻ ഇത്രയും പണം കണ്ടപ്പോൾ നമ്മളെ ചതിക്കുകയാണ്, നിധിയെപ്പോലും വേണ്ടെന്ന് വെച്ച് അവൻ ആ പണം കൊണ്ട് മുങ്ങിയതാണ് എന്ന് പറയാണ്. ഈ നമ്മുടെ വണ്ടിയിൽ GPS ഘടിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അവൻ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് നമുക്കറിയാം, നമ്മൾ പറഞ്ഞ റൂട്ടിലേക്കേ അല്ല അവൻ പോകുന്നത്, അവൻ മറ്റൊരു റൂട്ടിലേക്കാണ് പോകുന്നതെന്ന് പറയാം. ഇപ്പം നിധി ഇത് പറയുന്നുണ്ട്, ഒരു പക്ഷേങ്കിൽ ചേട്ടാ അത് അവന് സുധീഷിന് റൂട്ട് മാറിപ്പോയതായിരിക്കും, റോഡ് മാറിപ്പോയതാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറയാം. അപ്പം പറയുന്നുണ്ട്, അല്ല നിധി, അല്ല മോളെ, അത് സംഭവിച്ചു തന്നെ അവൻ അബദ്ധത്തിൽ ചെയ്യുന്ന കാര്യമല്ല, അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്, നിന്നെയും
നിന്നേക്കാൾ കൂടുതൽ ഇത്രയും പണം അവൻ ആദ്യമായിട്ട് കാണുമല്ലേ, ആ ചെറ്റക്കുടിൽ താമസിക്കുന്നവൻ, അവന് ഇതും കൊണ്ട് രക്ഷപ്പെടാമെന്നൊരു ധാരണയുണ്ടായി കാണും. അതുകൊണ്ട് ആ പണവുമായിട്ട് അവൻ മുങ്ങുന്നതാണ് എന്ന് പറയുക. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നിധിക്ക് വളരെ നിരാശയായി. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു ഭയവും കൊണ്ടിട്ട്, കാരണം തൻ്റെ അച്ഛനെയും ചേട്ടനെയും നിധിക്ക് നല്ലപോലെ അറിയാം, എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്, അതുപോലെ സ്വാധീനമുള്ളവരാണ് എന്ന് അറിയാം. അതുകൊണ്ട് ഒരു പക്ഷേങ്കിൽ സുധീഷിനെ അവർ ഇങ്ങനെ പണം മോഷ്ടിച്ചു എന്ന് അറിഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കൊന്നുകളയും. അത് തനിക്ക് തീർത്താൽ തീരാത്ത വലിയൊരു കടമായി മാറുമെന്നൊക്കെ നിധിക്കറിയാം. അങ്ങനെ വളരെ നിരാശയോടുകൂടി തന്നെ മുറിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിധിയാണ്. കാരണം സുധീഷിനൊന്നും സംഭവിക്കില്ലേ, അച്ഛനും ചേട്ടനും പറയുന്ന പോലെ അങ്ങനെ ഒരു അബദ്ധം സുധീഷ് കാണിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിധിയെയൊക്കെ വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാം. അതിനുശേഷം നമ്മൾ പിന്നീട് കാണുന്നത് ഇതിനിടയിൽ നമ്മുടെ ഹരീഷും നീതുവും തമ്മിൽ നല്ല പ്രണയം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മൂർത്തിച്ച് നിൽക്കുന്ന സമയത്താണ്. അപ്പം ഈ സുധീഷിന് അപകടം സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ ആ സമയത്ത് നീതുവിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് സുഭാഷിൻ്റെയും നികേഷിൻ്റെയും കൂടെ ഹരീഷ് പുറപ്പെട്ടല്ലോ. ആ സമയത്ത് നീതു ഒരുപാട് സമയം ഈ ഫോണിൽ വിളിക്കുന്നുണ്ട്. അപ്പം ഫോണിൽ വിളിക്കുമ്പോൾ ആദ്യം ഹരീഷ് ഒന്ന് പറയുന്നുണ്ട്, ഞാനൊരു അത്യാവശ്യ സ്ഥലത്തേക്ക് പോവുകയാണ്, എന്നെ ഇനി വിളിച്ചാൽ കിട്ടില്ല, അതുകൊണ്ട് ഞാൻ പിന്നീട് വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുക. അപ്പം നീതുവിന് ഇതിൻ്റെ സത്യാവസ്ഥ അറിയത്തില്ല, എന്താണ് സംഭവിച്ചതെന്ന്. അതുകൊണ്ട് തന്നെ ഹരീഷിനോട് ദേഷ്യമുണ്ടാകുകയും അങ്ങനെ കുണുകുണ അല്ലെങ്കിൽ തെരുതര ഹരീഷിനെ ഈ നീതു ഫോൺ വിളിക്കുക. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്ന ഹരീഷിനെ കാണാം. ആ സമയത്ത് ഇത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയപ്പോൾ നീതു ദേഷ്യം അടക്കാനാവാതെ പൊട്ടിത്തെറിച്ചുകൊണ്ട് തൻ്റെ വീട്ടിലിരിക്കുന്ന ഒരു സന്ദർഭമൊക്കെ നമുക്ക് കാണാം കേട്ടോ. അതിനുശേഷം ഇവർ യാത്ര തിരിക്കുന്ന സമയത്ത് സുധീഷിനെയും കൊണ്ട് ഈ ഗുണ്ടകൻ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ രാത്രിയാണ്. ഈ രാത്രി സമയത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ഈ സുധീഷിനെ കൊണ്ട് യാത്ര ചെയ്ത വാഹനവും അതുപോലെ ഹരീഷും സുഭാഷും നികേഷും വരുന്ന വാഹനവും ഒരേ ദിശയിലേക്ക് പോവുകയാണ്. ഈ പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഹരീഷിൻ്റെ വാഹനത്തിൽ ഈ സുധീഷിനെ തട്ടിക്കൊണ്ടു പോകുന്ന വാഹനം ഇടിക്കുകയും അങ്ങനെ ഹരീഷ് നിലത്ത് വീഴുകയും ചെയ്യുകയാണ്. അപ്പോൾ നിലത്ത് വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് സുഭാഷും അതുപോലെ നികേഷും വാഹനം നിർത്തി. ഈ സമയത്ത് പെട്ടെന്ന് എവിടെ നോക്കിയാണ് ആ വാഹനം ഓടിക്കുന്നത് എന്ന് ചോദിച്ച് ഹരീഷും അതുപോലെ നികേഷ് ഒച്ചപ്പാട് വെക്കുക കേട്ടോ. നികേഷ് അല്ലെങ്കിൽ സുഭാഷ് ഒച്ചപ്പാട് വെക്കുക. ഈ സമയത്ത് തങ്ങളെ ഓവർടേക്ക് ചെയ്ത് പോയ ഈ വാഹനം അവിടെ നിർത്തുകയാണ്. കാരണം ഡ്രൈവർക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല, തന്നോട് ചൂടായത് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് വണ്ടി നിർത്തി എന്നാടാ എന്ന് ചോദിക്കുക. അപ്പം സുഭാഷ് വീണ്ടും ചോദിക്കുന്നത്, താൻ ആരെവിടെയാണ് നോക്കിയാണ് വാഹനം ഓടിക്കുന്നത്, വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പം ദേഷ്യമുണ്ടാകുക, ഈ ഡ്രൈവർക്ക് ദേഷ്യമുണ്ടായി. അപ്പം കൂടെയുള്ളവരെ ഒന്നും ശ്രദ്ധിക്കാതെ ഈ ഡ്രൈവർ നേരെ വെളിയിലേക്ക് ഇറങ്ങുകയും അങ്ങനെ സുഭാഷുമായിട്ട് വാക്കുതർക്കമുണ്ടായ. ഈ സമയത്ത് പെട്ടെന്ന് അകത്തിരിക്കുന്ന ഗുണ്ടകൾ ആകെ വെപ്രാളത്തിലായി. കാരണം അത് യാതൊരു കാര്യവുമുള്ള കാര്യമല്ല ഈ വാഹനം വലിച്ച ഹരീഷിൻ്റെയും അതുപോലെ സുഭാഷിൻ്റെയും അടുക്കൽ ഈ ഡ്രൈവർക്ക് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക് ദേഷ്യമുണ്ടായി. ഈ സമയത്ത് പെട്ടെന്ന് ഒരുത്തൻ തലയിട്ട് പറയാണ്, എടാ വാടാ, അത് കേസ് വിട്ടേ കളഞ്ഞേരെ, നീ വരാൻ പറയുക. അങ്ങനെ പെട്ടെന്ന് ഈ അകത്ത് നിന്ന മറ്റു ഗുണ്ടകൾ വിളിച്ചപ്പോൾ ഈ ഡ്രൈവർ വാഹനത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് നികേഷ് ആ വാഹനം ശ്രദ്ധിക്കുക. വാഹനം ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ വാഹനത്തിൻ്റെ അകത്ത് സുധീഷിനെ പോലെ ഒരാളിരിക്കുന്ന കാണുകയും അങ്ങനെ പെട്ടെന്ന് വീണ്ടും സൂക്ഷിച്ചു നോക്കിയപ്പോൾ സുധീഷ് ഇവരെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ അടച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട്, സ്റ്റിക്കർ വെച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഒച്ചപ്പാടും ബഹളം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോഴും ഏകദേശം ഒരു രൂപം മാത്രം, സുധീഷിനെ പോലെ ഒരു രൂപം മാത്രമേ ഈ നികേഷിന് തോന്നിയുള്ളൂ. പക്ഷെങ്കിൽ അതങ്ങ് വിട്ടുകളഞ്ഞു. പക്ഷെങ്കിൽ വീണ്ടും ഈ ഡ്രൈവർ അടുത്തേക്ക് വന്ന് ഈ ഡോറിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് സുധീഷിനൊരു ബുദ്ധി തോന്നുകയാണ്. എങ്ങനെയെങ്കിലും സുഭാഷിൻ്റെയും ഹരീഷിൻ്റെയും നികേഷിൻ്റെയും ശ്രദ്ധ ഈ വാഹനത്തിലേക്ക് കൊണ്ടുവരണം. അതിന് ഒറ്റ വഴി എന്ന് പറയുന്ന ഈ ഡ്രൈവർ മറ്റ് കൊണ്ടേയും ഈ ഡോറ് തുറക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഇവർക്കിട്ടൊരു ചവിട്ട് കൊടുക്കുക. അപ്പം വെളിയിലേക്ക് വീഴും. അപ്പം അവരുടെ ശ്രദ്ധ ഈ വാഹനത്തിലേക്കാവുകയും അങ്ങനെ തനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നും സുധീഷ് ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയാണ്. അങ്ങനെ ഈ ഡ്രൈവറും മറ്റ് ഇറങ്ങിയ ഒരു ഗുണ്ടയും അകത്തേക്ക് കയറുന്ന സമയത്ത് സുധീഷ് തൻ്റെ കാല് വെച്ച് ഒരൊറ്റ ചവിട്ടി ചവിട്ടുക കേട്ടോ. രണ്ടും കൽപ്പിച്ച് ചവിട്ടുകയും ഈ ഗുണ്ട ഡോറും തുറന്നു വെളിയിലേക്ക് വീഴുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ സമയത്ത് ഹരീഷിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലത്തിലൂടെ ഹരീഷിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സുഭാഷും നികേഷും. അപ്പോൾ പെട്ടെന്ന് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി. ഈ വാഹനത്തിൽ തെറിച്ച് എന്താ സംഭവം, അല്ലെങ്കിൽ വാഹനത്തിൽ നിന്ന് വീണ ഗുണ്ടകളുടെ നേരെ ശ്രദ്ധ ഉണ്ടാവുകയും ഈ സമയത്ത് പെട്ടെന്ന് സുധീഷ് തല വെളിയിലേക്ക് ഇടുക. ഇത് നികേഷ് കാണുകയാട്ടോ. നികേഷ് ഇത് കാണുകയും പെട്ടെന്ന് നികേഷ് വിളിച്ചു പറയാം, ചേട്ടാ അത് സുഭാഷ് ചേട്ടാ, അതെന്നെ സുധീഷ് ചേട്ടൻ ആ വണ്ടിയിലുണ്ട് എന്ന് പറയണം.
അപ്പോൾ ഇവർ 3 പേരും ഒരുമിച്ച് നോക്കി. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ ഗുണ്ടകൾക്കും മനസ്സിലായി, അപകടം മനസ്സിലാക്കിയ ശേഷം ഇവർ പെട്ടെന്ന് വാഹനവും എടുത്ത് പറന്നു പോകുന്നൊരു ഒരു ഭാഗമുണ്ട് കേട്ടോ. ആ വാഹനത്തെ ഹരീഷും നികേഷും സുഭാഷും പിന്തുടരുകയും അങ്ങനെ സുധീഷിനെ കൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്ന ആ ഗോഡൌണിലെത്തി ആ ഗുണ്ടകളെയെല്ലാം ഇടിച്ചു നിരത്തി സുധീഷിനെ അവിടെ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമാകുന്ന എപ്പിസോഡായിരിക്കും വരുന്ന ദിവസത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. വീണ്ടും ഓരോ ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.